35 സീറ്റുമായി നിലംപരിശായ ഇടതുമുന്നണി പ്രതിപക്ഷത്ത് വരുമ്പോൾ ആരാകും നയിക്കുക എന്ന ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യം ഉയരുന്നെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും സമരങ്ങളെ നയിച്ച പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും കണക്കിലെടുത്ത് KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവായി വിജയിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ ലോബിയാണ് പാർട്ടിയെ ഭരിക്കുന്നത് എന്ന ആക്ഷേപത്തിനും കൊല്ലം ജില്ലക്കാരനായ ബാലഗോപാലിലൂടെ മറുപടി നൽകാനാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തെത്തിയപ്പോഴേക്കും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചിരുന്നു. വിമാനത്താവളത്തിൽ വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കാനെത്തി. AK സെന്ററിലെ വാഹനത്തിലാണ് ക്ലിഫ് ഹൗസിലേക്ക് പോയത്. തുടർന്ന് AK സെന്ററിലെത്തി MV ഗോവിന്ദനുമായി ചർച്ച നടത്തി. ഉടൻ തന്നെ ക്ലിഫ് ഹൗസ് ഒഴിയുന്ന പിണറായി വിജയൻ ചിന്താ ഫ്ളാറ്റിലേക്ക് മാറും. 3A നമ്പർ ഫ്ളാറ്റാണ് അദ്ദേഹത്തിനായി അനുവദിച്ചിരിക്കുന്നത്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ടാകും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രഖ്യാപനം നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.